വളരെ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ കണ്ട മലയാള സിനിമകളിലെ നായികമാരും പുതുമുഖങ്ങളും ചൈൽഡ് ആർട്ടിസ്റ്റുകളും പിന്നീട് എവിടെ പോയി അവർക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് കുറേയധികം വീഡിയോകൾ നമ്മൾ മുൻപ് ചെയ്തിരുന്നു. അതിന്റെ മറ്റൊരു ഭാഗമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുപോലെ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. നോട്ടം 2006 പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് നോട്ടം. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പച്ചപ്പനന്തത്തെ എന്ന പാട്ടാണ്. പൊൻകുന്നം ദാമോദരൻ എഴുതി ദാസേട്ടൻ പാടിയ ആ ഒരു പാട്ടിന് ഇത്ര വർഷം കഴിഞ്ഞിട്ടും എന്ത് ഭംഗിയാണല്ലേ. ആ പാട്ടിൽ സംവൃത സുനിലിനോടൊപ്പം ജോഡിയായി അഭിനയിച്ച സിനിമയിലെ നായകനെ നിങ്ങൾ എത്ര പേർ ഓർക്കുന്നുണ്ട്? കേവലം ഒരു സിനിമയിൽ മാത്രം അഭിനയിച്ച് പിന്നീട് എവിടെയാണെന്ന് അറിയാതെ പോയ നായകന്റെ പേര് അജീർ ഷുജാഹി എന്നാണ്. പുതുമുഖ നായകനായി എത്തിയ നോട്ടം എന്ന സിനിമ സാമ്പത്തികമായി വിജയിക്കാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അജീർ ഷുജാഹിക്ക് മലയാള സിനിമയിൽ അവസരങ്ങൾ കിട്ടാത്തത്. എന്നാൽ നോട്ടം എന്ന സിനിമയ്ക്ക് ശേഷം കഴിഞ്ഞ 19 വർഷമായി അദ്ദേഹം സിനിമാ മീഡിയയ്ക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. വിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ ഉള്ളിൽ സിനിമയോടും സിനിമാ സംവിധാനത്തിനോടുമുള്ള ഇഷ്ടം ഇപ്പോഴും വിട്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കുറിപ്പുകൾ സൂചിപ്പിക്കുന്നു. ഭാവിയിൽ അദ്ദേഹം നല്ലൊരു തിരിച്ചുവരവ് നടത്തട്ടെ എന്ന് ആശംസിക്കാം. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ 1998 രാജസേനൻ സിനിമയാണ് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ. സിനിമയിലെ നായികയായ അമ്പിളിയുടെ അമ്മയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 90കളിലെ ഒരുപാട് സിനിമകളിൽ നമ്മൾ അവരെ കണ്ടിട്ടുണ്ടെങ്കിലും ആ നടിയുടെ പേരെന്താണെന്ന് പോലും ഇപ്പോഴും പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ 56ലധികം മലയാള സിനിമയിൽ അഭിനയിച്ച ആ നടിയുടെ പേര് റോസ്ലിൻ എന്നാണ്. ചങ്ങനാശ്ശേരിയിലെ ഒരു നാടക ഗ്രൂപ്പിൽ നിന്നും സിനിമയിലേക്ക് വന്ന റോസ്ലിൻ ഓർത്തിരിക്കാവുന്ന ഒരുപാട് ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്തിരുന്നു. ഒട്ടുമിക്ക എല്ലാ സിനിമകളിലും നായകന്റെയോ നായികയുടെ അമ്മയായിട്ടാണ് റോസ്ലിൻ അഭിനയിച്ചിരുന്നത്. നീ വരുവോളം എന്ന സിനിമയിൽ ദിലീപിന്റെ അമ്മ, വക്കാലത്ത് നാരായണൻകുട്ടിയിൽ ജയറാമിന്റെ അമ്മ, താപ്പാനയിൽ ചാർമി കൗറിന്റെ അമ്മ, കഥാസംവിധാനം കുഞ്ചാക്കോയിൽ ശ്രീനിവാസന്റെ അമ്മ, ഗുലുമാലിൽ ജയസൂര്യയുടെ അമ്മ, അങ്ങനെ ഒരുപാട് അമ്മ കഥാപാത്രങ്ങൾ റോസ്ലിൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രണയവർണ്ണങ്ങളിലെ മഞ്ജു വാര്യരുടെ ചിറ്റയായി അഭിനയിച്ച റോളും ആർക്കും മറക്കാൻ കഴിയില്ല. 1983 നാദം എന്ന സിനിമയിലൂടെയാണ് റോസ്ലിൻ മലയാള സിനിമയിൽ വന്നെങ്കിലും 1993 പാതയത്തിലെ ചെറിയ വേഷമാണ് ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ടത്. അവസാനമായി 2018 എന്ന സിനിമയിൽ ഒരു ചെറിയ റോളിൽ റോസ്ലിൻ അഭിനയിച്ചിരുന്നു. സിനിമയോടൊപ്പം 1999 മുതൽ ഇന്ന് വരെ 35ലധികം സീരിയലുകളിൽ റോസ്ലിൻ അഭിനയിക്കുന്നുണ്ട്. ഇന്ന് വരെയുള്ള മലയാള സിനിമാ സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം റോസ്ലിൻ വരുന്നുണ്ടെങ്കിൽ പോലും ഒരു മീഡിയ ക്യാമറകളുടെ മുൻപിൽ പോലും റോസ്ലിൻ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. റോസ്ലിൻ എന്ന ഈ ഒരു നടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കുബേരൻ 2002 ദിലീപ് സിനിമയാണ് കുബേരൻ. സിനിമയിൽ ആദ്യ അവസാനം വരെയുള്ള ദിലീപിന്റെ കൂടെയുള്ള 2 കുട്ടികളെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതിലൊന്ന് നടിയായ കീർത്തി സുരേഷ് ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ കൂടെയുള്ള ആ ഒരു ആൺകുട്ടിയായ മാസ്റ്റർ വിഘ്നേഷിനെ നിങ്ങൾ എത്ര പേർ ഇപ്പോൾ ഓർക്കുന്നുണ്ട്? 1999 മുതൽ 2002 വരെയുള്ള 4 വർഷക്കാലം കൊണ്ട് 12ലധികം മലയാള സിനിമകളിൽ മാസ്റ്റർ വിഘ്നേഷ് അഭിനയിച്ചിട്ടുണ്ട്. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, മധുര നൊമ്പരക്കാറ്റ്, MT വാസുദേവൻ നായരുടെ തീർത്ഥാടനം, ഒരു ചെറു പുഞ്ചിരി, കമലിന്റെ നമ്മൾ തുടങ്ങിയ മികച്ച സിനിമകളിൽ നല്ലൊരു തുടക്കം തന്നെയാണ് മാസ്റ്റർ വിഘ്നേഷിന് കിട്ടിയത്. എന്നാൽ 2002 അഭിനയം നിർത്തി പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച വിഘ്നേഷിന് 2016 ഒരു ബൈക്ക് ആക്സിഡന്റ് മൂലം ഓർമ്മ നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് ഒരുപാട് ട്രീറ്റ്മെന്റിന് ശേഷം വിഘ്നേഷ് ജീവിതത്തിലേക്ക് പതിയെ തിരികെ വരികയാണ്. മാസ്റ്റർ വിഘ്നേഷ് ഇപ്പോൾ സിനിമ കാര്യമായി ചിന്തിക്കുന്നില്ല. പകരം പഠിച്ച വിദ്യാഭ്യാസത്തിന് ചേർന്ന് നല്ലൊരു കരിയർ വാർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. മിന്നാരം 1994 പ്രിയദർശൻ സിനിമയാണ് മിന്നാരം. സിനിമയിലെ സംശയരോഗിയായ ജഗതിയുടെ ഭാര്യ ഡെയ്സിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഡെയ്സിയായി മിന്നാരത്തിൽ അഭിനയിച്ച നടിയുടെ പേര് സുഭാഷിണി എന്നാണ്. പലരും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ആ ഒരു മലയാള സിനിമയിൽ മാത്രമാണ് സുഭാഷിണി അഭിനയിച്ചിട്ടുള്ളത് എന്നാണ്. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല. തെലുഗു നടിയായ സുഭാഷിണി 6ലധികം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 1981 കള്ളൻ പവിത്രനിലെ നായികയുടെ അനുജത്തിയായ ഭാമ എന്ന കഥാപാത്രം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നാണ്. പിന്നീട് ഗ്രഹലക്ഷ്മി, ഏഴാം രാത്രി, അരഞ്ഞാണം, അസ്ഥി തുടങ്ങിയ ഒരുപാട് മലയാള സിനിമകളിൽ സുഭാഷിണി ചെറുതും വലുതുമായ പല റോളുകളിൽ അഭിനയിച്ചിരുന്നു. മലയാള സിനിമയിൽ മാത്രമല്ല തമിഴ്, തെലുഗു, കന്നഡ എന്നീ സിനിമകളിലും സുഭാഷിണി അഭിനയിച്ചിട്ടുണ്ട്. 2009 അനുഷ്ക ഷെട്ടിയുടെ അരുന്ധതിയാണ് തന്റെ കരിയറിലെ അവസാനത്തെ സിനിമ. ഇടക്കാലം കൊണ്ട് സുഭാഷിണി ചില TV സീരിയലുകളിൽ അഭിനയിക്കുകയും പിന്നീട് ചില TV ഷോകളിൽ ജഡ്ജായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് താരം ഇപ്പോൾ അധികം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. അരം പ്ലസ് അരം കിന്നരം 1985 പ്രിയദർശൻ മോഹൻലാൽ സിനിമയാണ് അരം പ്ലസ് അരം കിന്നരം. സിനിമയിലെ ബോംബെക്കാരി നായികയായ പൂജ സാക്സേനെ കുറിച്ച് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ സിനിമയിൽ ശ്രീനിവാസനും മണിയൻ പിള്ളരാജുവും പിറകെ നടക്കുന്ന മാഗിയെ ഓർക്കുന്നുണ്ടോ?
ആർക്കും പെട്ടെന്ന് മറക്കാനാവാത്ത മാഗി എന്ന കഥാപാത്രത്തെ സിനിമയിൽ അവതരിപ്പിച്ചത് സുനിത ശർമ്മയാണ്. സുനിത ശർമ്മ ഒരു ബംഗാളി നടിയാണ്. ചില ബംഗാളി സിനിമകളിൽ അഭിനയിച്ച് പിന്നീട് മലയാള സിനിമയിൽ അവസരം തേടിയെത്ത സുനിത ശർമ്മ 80 കാലഘട്ടത്തിൽ ഒരുപാട് മലയാള സിനിമകളിൽ പല റോളുകളിൽ അഭിനയിച്ചിരുന്നു. IV ശശി, പ്രിയദർശൻ എന്നിവരുടെ സിനിമകളിലാണ് സുനിത ശർമ്മ കൂടുതലായി അഭിനയിച്ചിരുന്നത്. 1983 ഇനിയെങ്കിലും എന്ന സിനിമയാണ് മലയാളത്തിലെ ആദ്യ ചിത്രം. പിന്നീട് ഓടരുതമ്മാവ, ആളറിയാമെന്ന സിനിമയിലെ ബസ് സ്റ്റോപ്പിലെ യുവതിയായും, മഴ പെയ്യുന്നു മതളം കൊട്ടുന്ന സിനിമയിൽ മണിയൻപിള്ള രാജുവിന്റെ കാമുകിയായും, IV ശശിയുടെ അടിയൊഴുക്കുകളിലെ സീമയുടെ സഹോദരിയായും സുനിത ശർമ്മ മികവുറ്റ രീതിയിൽ പെർഫോം ചെയ്തിരുന്നു. ഒരു ബംഗാളിയാണെങ്കിൽ പോലും സുനിത ശർമ്മ വളരെ മനോഹരമായിട്ടാണ് മലയാളം ഡയലോഗുകൾ പറഞ്ഞിരുന്നത്. 1986 തന്നെ ഒരുപാട് മലയാള സിനിമയിൽ അഭിനയിച്ചെങ്കിൽ പോലും പലതും വിക്കിപീഡിയയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ 90കളുടെ തുടക്കത്തിൽ മലയാള സിനിമയിൽ ബി ഗ്രേഡ് സിനിമകൾ കൊണ്ടുവന്ന മാറ്റം മൂലം സുനിത ശർമ്മ തിരികെ ബംഗാളി സിനിമകളിലേക്കും പിന്നീട് ബോളിവുഡ് സിനിമകളിലേക്കും പോയി ചില സിനിമകളിൽ അഭിനയിച്ചതിനു ശേഷം അഭിനയം നിർത്തി എന്നുള്ളതാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. അരം പ്ലസ് അരം കിന്നരം എന്ന സിനിമയിലെ നായികയായ പൂജ സാക്സേനയെ പോലെ തന്നെ സുനിത ശർമ്മയും ഇന്ന് എവിടെയാണ്, എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആർക്കും അറിയില്ല. ഒരു മറവത്തൂർ കനവ്. സംവിധായകനായ ലാൽ ജോസിന്റെ ആദ്യ സിനിമയാണ് 1998 പുറത്തിറങ്ങിയ ഒരു മറവത്തൂർ കനവെന്ന മമ്മൂട്ടി സിനിമ. സിനിമയുടെ തുടക്കത്തിൽ മമ്മൂട്ടിയെ ഉപദ്രവിക്കുന്ന, പിന്നീട് സിനിമയുടെ അവസാന ഭാഗത്ത് സത്യം മനസ്സിലാക്കി മമ്മൂട്ടിയെ ചേർത്ത് പിടിക്കുന്ന ബിജു മേനോന്റെ മകന്റെ കഥാപാത്രത്തിനെ നിങ്ങൾ എത്ര പേർ ഓർക്കുന്നുണ്ട്? ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മാസ്റ്റർ വിഷ്ണു ആണ്. കേവലം ആ ഒരു സിനിമയിൽ മാത്രം അഭിനയിച്ച മാസ്റ്റർ വിഷ്ണു നടിയും ആങ്കറുമായ ശില്പ ബാലയുടെ ഭർത്താവാണ്. ഈ ഒരു കാര്യം ഈ അടുത്ത കാലത്ത് ഒരു TV ഷോയിൽ വെച്ച് ശില്പ ബാല തന്നെ ലാൽ ജോസിനോട് പറഞ്ഞതും ലാൽ ജോസ് ഞെട്ടിപ്പോയതുമെല്ലാം വൈറലായ സംഭവങ്ങളായിരുന്നു. അന്നത്തെ മാസ്റ്റർ വിഷ്ണു ഇന്നൊരു മെഡിക്കൽ ഡോക്ടറാണ്. TP ബാലഗോപാലൻ MA. മോഹൻലാലിന് മികച്ച നടനുള്ള ആദ്യ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ് 1986 TP ബാലഗോപാലൻ MA. ചുറ്റുമുള്ള ബന്ധുക്കൾ ബാലഗോപാലിനെ ചതിക്കുമ്പോൾ വിശ്വസ്തയായി കൂടെ നിൽക്കുന്ന ബാലഗോപാലിന്റെ അനുജത്തിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സിനിമയിലെ വളരെ പോസിറ്റീവായ കഥാപാത്രമായി അഭിനയിച്ച ആ നടിയുടെ പേര് ഉമാ ഭരണി എന്നാണ്. ഉമാ ഭരണി ഒരു തമിഴ് നടിയാണ്. അതിലുപരി ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റും കൂടിയാണ്. ഒരു തമിഴ് നടി ആയിരുന്നിട്ടും അഭിനയിച്ച 16 സിനിമകളിലെ 13 മലയാള സിനിമകളായിരുന്നു. 1977 ആനന്ദ പരമാനന്ദം എന്ന മലയാള സിനിമയിലൂടെ അരങ്ങേറിയ ഉമാ ഭരണി ആ സിനിമയിൽ കമൽ ഹാസനോടൊപ്പം അഭിനയിച്ചു. അതിനുശേഷം TP ബാലഗോപാലനിൽ മോഹൻലാലിനോടൊപ്പവും, നന്ദി വീണ്ടും വരികയിൽ മമ്മൂട്ടിയോടൊപ്പവും, PC 369 സുരേഷ് ഗോപിയോടൊപ്പം അഭിനയിക്കാൻ ഉമാ ഭരണിക്ക് ഭാഗ്യം ലഭിച്ചു. 1983 വീണപൂവ് എന്ന മലയാള സിനിമയിലെ അഭിനയത്തിന് പനോരമ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച പുതുമുഖത്തിനുള്ള അവാർഡും ഉമാ ഭരണി സ്വന്തമാക്കി. കുറച്ച് സിനിമകളിലെ അഭിനയിച്ചെങ്കിൽ പോലും ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഉമാ ഭരണി അറിയപ്പെടുന്നത്. തമിഴ് സിനിമകൾ മലയാളത്തിലേക്ക് ഡബ്ബ് ചെയ്യുന്നത് ഉൾപ്പെടെ പല തമിഴ് സിനിമകളിലെ നടിമാർക്ക് ഉമാ ഭരണി ഡബ്ബ് ചെയ്തിട്ടുണ്ട്. ഭാനുപ്രിയ, മോനിഷ, പാർവതി, ഖുഷ്ബു, രമ്യ കൃഷ്ണൻ, ജൂഹി ചവള, മാധുരി ദീക്ഷിത് തുടങ്ങി ജനീലിയ, അനുഷ്ക ഷെട്ടി വരെ ലിസ്റ്റ് നീളുന്നു. തേന്മാവിൻ കൊമ്പത്തിന്റെ തമിഴ് റീമേക്കായ മുത്തുവിൽ നടി മീനയ്ക്ക് ഡബ്ബ് ചെയ്തത് പ്രേക്ഷക ശ്രദ്ധ ഏറെ പിടിച്ചുപറ്റിയിരുന്നു. 1990 അഭിനയം നിർത്തിയ ഉമാഭരണി പിന്നീട് ഇന്ന് വരെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് തുടരുന്നത്. സർവകലാശാല. 1987 വേണു നാഗവള്ളി മോഹൻലാൽ സിനിമയാണ് സർവകലാശാല. സിനിമയിൽ മോഹൻലാലിന്റെ പഴയ പ്രണയിനിയായ ഗായത്രി എന്ന കഥാപാത്രത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഹൈദരാബാദുകാരിയായ നടിയുടെ പേര് സന്ധ്യ റാണി എന്നാണ്. ചില തെലുഗു സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ഏറ്റവും മികച്ച റോളുകൾ സന്ധ്യ റാണിക്ക് ലഭിച്ചത് മലയാള സിനിമയിൽ നിന്നുമാണ്. 1981 ചാട്ട എന്ന മലയാള സിനിമയിൽ അഭിനയിച്ചെങ്കിലും 1986 ഇലഞ്ഞി പൂക്കളിലാണ് ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. പിന്നീട് സർവകലാശാല, കാട്ടുകുതിര, സുന്ദരിമാരെ സൂക്ഷിക്കുക തുടങ്ങിയ ഏതാനും സിനിമകളിൽ സന്ധ്യ റാണി അഭിനയിച്ചിരുന്നു. സന്ധ്യ റാണി അഭിനയിച്ച മലയാള സിനിമകളിൽ ബഹുഭൂരിപക്ഷവും വളരെ ഇമോഷണൽ ആകുന്ന കഥാപാത്രങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ സന്ധ്യ റാണിയുടെ മുഖത്ത് വരുന്ന വിഷാദഭാവങ്ങൾ സംവിധായകന്മാർ മാക്സിമം ഉപയോഗിച്ചിരുന്നു. 1990 അപൂർവ സംഗമം എന്ന സിനിമയിൽ യഥാർത്ഥ പാമ്പിനെ ഉപയോഗിച്ച് അഭിനയിച്ചത് എല്ലാവരെയും ഞെട്ടിച്ച ഒന്നായിരുന്നു. 1995 അഭിനയം നിർത്തിയ സന്ധ്യ റാണി പിന്നീട് കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത് ഇന്ന് ഹൈദരാബാദിൽ സന്തോഷത്തോടുകൂടി ജീവിതം ആസ്വദിക്കുന്നു. അരയന്നങ്ങളുടെ വീട്. 2000 പുറത്തിറങ്ങിയ ലോഹിതദാസ് മമ്മൂട്ടി സിനിമയാണ് അരയന്നങ്ങളുടെ വീട്. വീട്ടിൽ വെച്ച് അവിഹിതം കൈയോടെ പൊക്കിയപ്പോൾ മമ്മൂട്ടിയുടെ തലയിൽ വെച്ച് കൊടുത്ത ആ നടിയെ നമുക്കങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. കാണാൻ വളരെ ഭംഗിയുള്ള ആ ഒരു നടിയുടെ പേര് ഹസീന ബാനു എന്നാണ്. ഹസീന ബാനു ഒരു ഇന്ത്യക്കാരിയല്ല. ഹസീന ബാനുവിന്റെ മാതാപിതാക്കൾ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണ്. എന്നാൽ ഹസീന ബാനു ഒരു നടിയേക്കാൾ ഉപരിയായി സിനിമകളിൽ ഐറ്റം ഡാൻസ് കളിക്കുന്ന ഡാൻസറായിട്ടാണ് അറിയപ്പെട്ടത്. വല്യേട്ടൻ എന്ന സിനിമയിലെ ശിവമല്ലി പൂ പൊഴിക്കും മാർഗഴിക്കാറ്റ് എന്ന പാട്ടിൽ ചൂടൻ രംഗങ്ങളിൽ ഡാൻസ് കളിച്ചതും, നരസിംഹത്തിലെ തുടക്കത്തിലെ ടൈറ്റിൽ സോങ്ങിലെ ഐറ്റം ഡാൻസും, മഞ്ജു വാര്യരുടെ ദയ എന്ന സിനിമയിലെ ഐറ്റം ഡാൻസും എല്ലാം കളിച്ചതും ഇതേ ഹസീന ബാനു തന്നെയാണ്.
തമിഴ് സിനിമകളിൽ ഹസീന ബാനു ഭാനുശ്രീ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിരലിൽ എണ്ണാവുന്ന സിനിമകളിൽ മാത്രം അഭിനയിച്ച ഹസീന ബാനു നളചരിതം 4-ാം ദിവസം എന്ന മലയാള സിനിമയിലാണ് അവസാനമായി അഭിനയിച്ചത്. ശരീരഭംഗി കൊണ്ട് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഹസീന ബാനു എന്ന ഭാനുശ്രീ പിന്നീട് എവിടെ പോയി, അവർക്കെന്ത് സംഭവിച്ചു എന്നുള്ളത് ഇന്നും ആർക്കും അറിയില്ല. എന്നാൽ സിനിമയിൽ നിന്നുമുണ്ടായ മോശം അനുഭവം മൂലം സിനിമ വിട്ട് ഇപ്പോൾ കുടുംബജീവിതവുമായി മഹാരാഷ്ട്രയിൽ കഴിയുന്നു എന്നുള്ള വാർത്തകൾ പലതും ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം സത്യമാണെന്ന് ഉറപ്പില്ല. സ്വപ്നം കൊണ്ട് തുലാഭാരം. 2003 രാജസേനൻ സിനിമയാണ് സ്വപ്നം കൊണ്ട് തുലാഭാരം. സിനിമയിലെ 2 നായികമാരെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വളരെ പ്രത്യേക ഭംഗിയുള്ള തിളങ്ങുന്ന കണ്ണുകളുള്ള നായികയായ ശ്രുതിക ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വെറും 16 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? എന്നാൽ തമിഴ്നടിയായ ശ്രുതിക തന്റെ ആദ്യ തമിഴ് സിനിമയായ ശ്രീയിൽ സൂര്യയോടൊപ്പം അഭിനയിക്കുമ്പോൾ 15 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. വെറും 2 വർഷം കൊണ്ട് 5 സിനിമകളിൽ മാത്രമാണ് ശ്രുതിക അഭിനയിച്ചത്. അതിൽ ഒരു മലയാള സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2003 തന്റെ +2 പരീക്ഷ എഴുതിയതിനു ശേഷം ശ്രുതിക സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. പിന്നീട് 2022 ഒരു റിയാലിറ്റി ഷോയിലൂടെ തിരിച്ചു വന്ന ശ്രുതിക ഹിന്ദി ബിഗ് ബോസിലും പങ്കെടുത്തിരുന്നു. ഇപ്പോൾ സിനിമകളിൽ അഭിനയിക്കുന്നില്ലെങ്കിൽ പോലും തന്റെ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ശ്രുതിക. സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന സിനിമയിലെ മറ്റൊരു നായികയായിരുന്നു നന്ദന അശ്വതി. 2002 സ്നേഹിതൻ എന്ന സിനിമയിലൂടെയാണ് നന്ദന അശ്വതി ആദ്യമായി മലയാള സിനിമയിൽ വരുന്നത്. പിന്നീട് ചതിക്കാത്ത ചന്തു, സേതുരാമയ്യർ, CBI എന്നീ സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിരുന്നു. തന്റെ സ്വഭാവം പോലെ വളരെ നിഷ്കളങ്കയായ കഥാപാത്രങ്ങളായിരുന്നു നന്ദനയ്ക്ക് സിനിമയിൽ ലഭിച്ചത്. പിന്നീട് തമിഴ് സിനിമയിലേക്ക് വന്നപ്പോഴും മികച്ച തുടക്കം ലഭിച്ചെങ്കിലും 2006 വിവാഹിതയായ നന്ദന അഭിനയം നിർത്തി. ലെജൻഡറി സംവിധായകനായ ഭാരതരാജയുടെ മകനും നടനുമായ മനോജ് ഭാരതരാജയാണ് നന്ദന വിവാഹം കഴിച്ചത്. എന്നാൽ ദൗർഭാഗ്യവശാൽ 2025 നന്ദനയുടെ ഭർത്താവായ മനോജ് ഭാരതരാജ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.